ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ നമ്മളുള്ളത് മൂന്നാറിലാണ്. മൂന്നാറിൽ ആനച്ചാലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറി ഗ്രീൻ മിസ്റ്റിക് റിസോർട്ടിലാണ്. അപ്പോൾ നമുക്ക് റിസോർട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് വേണം. റിസോർട്ടിൻ്റെ മാനേജറാണ്, പേര് ആഷിഖ് എന്നാണ്. അപ്പോൾ ആഷിഖ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് മൂന്നാർ ബൈപ്പാസ് റോഡിലാണ്, തോക്കുപാറ അമ്പഴച്ചാൽ. ഇതിൻ്റെ ഇടയിലായിട്ട് വരുന്നതാണ്. നിയർ ബൈ ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ ആനച്ചാൽ എന്ന് പറഞ്ഞ ടൗണാണ്. നമ്മുടെ ഇരുട്ടുകാലത്ത് നിന്ന് റൈറ്റിലേക്കുള്ള ബൈപ്പാസ് റോഡ് കയറിയിട്ട് ഒരു 2 കിലോമീറ്ററത്തെ നമ്മുടെ പ്രോപ്പർട്ടി എത്തും. ഫാമിലീസിനും ഫ്രണ്ട്സിനും നല്ല ഒരു പ്രൈവറ്റായിട്ട് ഗാദറിങ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാനും നല്ലൊരു പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. നമുക്ക് 6 റൂംസുള്ള 4 സ്യൂട്ട് റൂമും 2 ഹട്ടും. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെടുക. ഗ്രീൻ മിസ്റ്റിക് റിസോർട്ട് എന്നാണ് പേര്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒരു ലോഞ്ചോടുകൂടിയാണ് റിസപ്ഷനിലേക്ക് വരുന്നത്. അപ്പം കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇരുന്ന് ഒക്കെ നമുക്ക് പോവാം. നമുക്ക് ജസ്റ്റ് മേളിലേക്ക് പോകാം. ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ 4 സ്യൂട്ട് റൂംസ് വരുന്നത്. 2 ഗ്രൗണ്ട് ഫ്ലോറിലും 2 ടോപ്പ് ഫ്ലോറിലും. ഹട്ട് വരുന്നതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ പൂൾ വരുന്ന മേളയ്ക്കാണ്, ഇങ്ങോട്ടാണ്, ഈ വഴിയാണ്. തകൃതിയായിട്ടുള്ള ക്ലീനിങ് ആണ്. ജിഷാൻ ഇവിടെ എത്ര നാളായിട്ടുണ്ട്? ഇവിടെ ഫ്രഷ് ആയിട്ട് വന്ന ആളാണ് ജിഷാൻ. ഇവിടെ ഉണ്ടാവും എപ്പോഴും, എല്ലാ കാര്യത്തിനും ഹെൽപ്പിനായിട്ട്. ഇതാണ് നമ്മൾ വരുന്നത്. എപ്പോഴും ക്ലീൻ ചെയ്യുന്ന ക്ലോറിനേറ്ററാണ്. ക്ലോറിൻ വാട്ടർ ആയിരിക്കും, പക്ഷേ എപ്പോഴും ക്ലീൻ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. മുകളിലൊരു കോട്ടേജ് വരുന്ന ഇതാണ്. രണ്ടാമത്തെ കോട്ടേജാണ്. നമുക്ക് ക്യാമ്പ് ഫയറിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് വരുന്നത്. പെയ്ഡാണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക.
ബാൽക്കണിയോട് കൂടിയുള്ള റൂമാണ്. നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം. റൂം വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. വരും, കമാ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നമുക്ക് ശരിക്കും പ്രൈവറ്റൈസ് തന്നെയാണ്. നമുക്ക് ആകെ ഒരു 4-6 കോട്ടേജസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കോട്ടേജസിന് വേണ്ടി മാത്രമുള്ള ഡൈനിങ് ഏരിയ ആണിത്. പിന്നെ ഒരു ചെറിയൊരു ക്യാരം ബോർഡും പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാർബിക്യൂ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്കുള്ള ഓപ്ഷൻ ഉണ്ട്. No.